നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ വേഴ്സസ് എൽച്ചെ മത്സരത്തിൻ്റെ ക്വിക്ക് റിവ്യൂ ആണ്. കളി കണ്ടപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത്? എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. കൂടാതെ നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് ഡിസ്കഷനുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ബാഴ്സ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ ഗംഭീര വിജയമാണല്ലോ എൽച്ചയ്ക്കെതിരെ നേടിയത്. ഈ കളി കാണുമ്പോൾ എന്ത് സൂചനയാണ് ലഭിക്കുന്നത്? ബാഴ്സയ്ക്ക് ഇനിയൊരു സ്ട്രൈക്കറുടെ ആവശ്യമില്ലേ? റാഫീഞ്ഞ ആ ഒരു ഷോ സ്റ്റീൽ ചെയ്തു. അദ്ദേഹം മതിയോ സ്ട്രൈക്കറായിട്ട്? അല്ലെങ്കിൽ അഡേമിയെയോ ഗോർഡനെയോ ഒക്കെ ഉപയോഗിക്കുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയോ? ഹംസയെ ഈ കളിയിൽ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഹംസ ഒരു നല്ല നമ്പർ 9 ആണെന്നറിയാം. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ മധ്യനിരയുടെ കാര്യം. ഇപ്പോൾ ഗാവിക്ക് പരിക്ക് പറ്റി, അദ്ദേഹം എത്ര നാൾ പുറത്തിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഗാവി ബെർണാൽ ഒരു സഖ്യം അങ്ങനെ അങ്ങ് ക്ലിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പെഡ്രി വന്നപ്പോഴാണ് കാര്യങ്ങൾ ഒന്നുകൂടി ഉഷാറായി വന്നത്. സോ അവിടെ പ്രശ്നങ്ങളുണ്ടോ? പക്ഷേ റോഡ്രി വരാനുണ്ട് എന്ന കാര്യത്തിൽ ഒരാശ്വാസം എന്തായാലും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അത് അഡ്ജസ്റ്റായി പോകും എന്ന് തന്നെ കരുതണം. പിന്നെ സാവി എസ്പാട്ട് നൽകുന്ന സൂചന എന്താണ്? ഫസ്റ്റ് ടീമിൽ അദ്ദേഹം സ്ഥിരമായിട്ട് സാന്നിധ്യം അർഹിക്കുന്നില്ലേ? അദ്ദേഹം റൈറ്റ് ബാക്കായി കളിച്ചാൽ ഉഷാറാണ്, മധ്യനിരയിൽ കളിച്ചാൽ ഉഷാറാണ്. പിവോട്ടാകണോ? അങ്ങനെ ചെയ്യാം. ലെഫ്റ്റ് ബാക്കിലാണെങ്കിലോ അതുപോലും അദ്ദേഹത്തിന് നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം കാണിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. സോ വളരെ വാല്യുബിൾ ഒരു അസറ്റാണ് അദ്ദേഹം എന്നുള്ള സൂചന അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഡിഫൻസ് നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ വിത്തൗട്ട് കുബാർസി എന്ന കാര്യം നോക്കണം. അതുപോലെ തന്നെ മുന്നേറ്റം പതിവ് പോലെ ഗോൾ അടിക്കുന്നത്. ലമീൻ ഒന്നും മങ്ങിപ്പോയിട്ടുണ്ട്, ഈ കളിയിൽ അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഓക്കെ ആവും വരും കളികളിൽ നിന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഇത് നൽകുന്ന സൂചന, ഇത് എതിരാളികൾ ഭയക്കണം തീർച്ചയായിട്ടും ഈ ബാഴ്സയെ. ഇതിപ്പോൾ എൽച്ചെ 5-0 തോൽപ്പിച്ചുകൊണ്ട് എല്ലാം ഭദ്രമാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എൽച്ചെ പ്രൊമോട്ട് ചെയ്തു വന്ന ടീമാണ്. അവർക്ക് മേലൊരു 5 ഗോൾ അടിക്കുക എന്നുള്ളത് ബാഴ്സയുടെ ടീമിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എൽച്ചയും മോശമല്ലാതെ ഒരു പോരാട്ടത്തിന് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 5-0 എന്നുള്ള സ്കോർ മാത്രം നോക്കിയിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പം കളിയിൽ റാഫീഞ്ഞയുടെ ഇരട്ട ഗോളുകൾ, ഫെർമിൻ ലോപ്പസിൻ്റെ ഇരട്ട ഗോളുകൾ, അഡേമിയുടെ വക 1 ഗോൾ, ഇതാണല്ലോ നമ്മൾ കണ്ടത്. സോ ഈ മത്സരത്തിൽ ഇപ്പം അഡേമിയും റാഫീഞ്ഞയും ഫെർമിൻ ലോപ്പസും ലമീൻ യമാലും ഒക്കെ ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാനും, മധ്യനിരയിലേക്ക് വരുമ്പോൾ ബെർണാലും ഗാവിയും, ഡിഫൻസിലാണെങ്കിൽ എറിക് ഗാർഷ്യ, ക്രിസ്ത്യൻസൻ, ജെറാർഡ് മാർട്ടിൻ, സാവി എസ്പാട്ട്, ഗോൾ കീപ്പറായിട്ട് ജോൻ ഗാർഷ്യ, ഇതായിരുന്നു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും എൽച്ചെ പോലൊരു ടീമിനോട് ബാഴ്സലോണ ആധിപത്യം പുലർത്തുക എന്നുള്ളത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഗോൾ എപ്പോൾ വീഴും എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. 14-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് റാഫീഞ്ഞ അത് തുടക്കമിടുകയും ചെയ്തു. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് കൂടുതൽ ഗോളുകളിലേക്ക് ആ ഘട്ടത്തിൽ പോകാൻ കഴിയാതെ പോയതെന്നുള്ളൊരു ചോദ്യമാണ്. മധ്യനിരയിൽ അത്ര നല്ല രൂപത്തിൽ ബാഴ്സലോണ കളി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നാലെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഗാവിക്ക് ആ ഒരു പരിക്ക് പറ്റുന്നു. അത് നീ ഇഞ്ചുറിയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ ആ പോക്ക് കണ്ടാൽ വലിയ ഇഞ്ചുറിയാണ്, ഇഷ്യൂ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് ഫ്ലിക്ക് നൽകുന്ന സൂചന അത്ര വലിയ ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ്. എന്തായാലും അതിനുശേഷം പെഡ്രി വന്നതോടുകൂടിയാണ് മധ്യനിര ഒന്ന് ശരിയായത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനുശേഷം അഡേമിയുടെ ഗോൾ പിറക്കുന്നു. റാഫീഞ്ഞയുടെ അസിസ്റ്റിൽ നിന്ന് വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. സോ അദ്ദേഹത്തിനും വേണമെങ്കിൽ ഈ നമ്പർ 9 എന്നുള്ള റോളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് അദ്ദേഹവും തെളിയിക്കുകയാണ്. അപ്പോൾ ഒരു ഹാഫ് ടൈം കഴിയുമ്പോഴുള്ള എൻ്റെ ഒരു തോട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഹാഫ് ടൈം കഴിയുമ്പോഴുള്ളത് മിഡ്ഫീൽഡ് ഈസ് ലോസ്റ്റ് എന്നുള്ളതാണ്. മധ്യനിര വേണ്ട വിധത്തിലുള്ളൊരു പെർഫോമൻസ് നടത്തുന്നുണ്ടായിരുന്നില്ല. ഗാവി ബെർണാൽ കോമ്പിനേഷൻ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെഡ്രി വന്നതോടുകൂടിയാണ് ഒരു മിഡ്ഫീൽഡ് ഒന്ന് ഹെൽപ്പായിട്ട് മാറുന്നത്. യമാൽ ഈ ഒരു കളിയിൽ ഇൻവോൾവ് ആവുന്നേ ഉണ്ടായിരുന്നില്ല. ഹോൾ ഗെയിം അതാണ് ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചാൻസുകൾ വേസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ പോലും ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ കളിയിലല്ലേ എന്ന് പോലും തോന്നിച്ച ചില നിമിഷങ്ങളുണ്ടായിരുന്നു. റാഫീഞ്ഞ, അഡേമി, മാർട്ടിൻ, എറിക്, എസ്പാട്ട് അവരെല്ലാവരും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീല്. ഏതായാലും 2 ഗോളുകൾ അവിടെ വരുന്നു. ആ 2 ഗോളുകൾ ബാഴ്സലോണയ്ക്ക് രണ്ടാം പകുതിയിൽ കളി കൂടുതൽ അവർക്ക് അനുകൂലമാക്കി മാറ്റാനുള്ളൊരു സാഹചര്യമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ആദ്യ ഗോള് എൽച്ചെ വാങ്ങുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഗോള് അവർക്ക് അവർക്കെതിരെ ആദ്യ പകുതിയുടെ അവസാനം വീഴുകൂടി ചെയ്തതോടുകൂടി
എൽച്ചയുടെ ആ ഒരു പ്രതിരോധം അങ്ങ് ഇല്ലാതാവുകയാണ് ശരിക്കും ചെയ്തത്. ശരിക്കും ആദ്യ പകുതി കണ്ടിട്ട് ബാഴ്സ മികച്ച കളിയാന്ന് കരുതണ്ട, സ്ലഗ്ഗിഷ് ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. രണ്ടാം പകുതിയിൽ പിന്നീട് കളിക്ക് മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഗോർഡനെ കളിക്കളത്തിലേക്ക് വിടുന്നു ലെമീൻ യമാലിന് പകരം. അത് 65-ാമത്തെ മിനിറ്റിലാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഓൾമോ വന്നു, അഡേമിക്ക് പകരം ഓൾമോ വന്നു. സോ നല്ല രൂപത്തിൽ ആൻ്റണി ഗോർഡൻ തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ സീസണിൽ എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് തന്നത്. 2 അസിസ്റ്റുകളാണ് അദ്ദേഹം നൽകി. അദ്ദേഹത്തിൻ്റെ വേഗത, അദ്ദേഹം വളരെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ബാഴ്സയ്ക്ക് ഗുണകരമായിരുന്നു. ഗോർഡൻ വന്നതും ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ഗോർഡൻ്റെ അസിസ്റ്റിൽ നിന്നാണ് റാഫിഞ്ഞയുടെ 2ാമത്തെ ഗോള് പിറന്നത്. പിന്നാലെ അടുത്ത ഗോർഡൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ഫെർമിൻ ലോപ്പസിൻ്റെ ആദ്യ ഗോള് വരികയും ചെയ്യുന്നത്. അതോടുകൂടി ബാഴ്സലോണ 71 മിനിറ്റിനുള്ളിൽ 4-0 പോയി. അതിനുശേഷം സാവി എസ്പാട്ടിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഫെർമിൻ്റെ 2ാമത്തെ ഗോളും വന്നു. ബാഴ്സലോണ 5-0 ഗംഭീരമായിട്ടുള്ള വിജയത്തിലേക്ക് പോയി. സോ രണ്ടാം പകുതിയാണ് ഒരർത്ഥത്തിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. സോ ഈ ഒരു കളി കഴിയുമ്പോൾ ഉള്ള കുറച്ച് ടേക്ക് അവേസ് ഞാൻ പറയുന്നത്, സെക്കൻഡ് ഹാഫ് മച്ച് ബെറ്റർ ആയിരുന്നു. ബെർണാലും ആദ്യ പകുതിയിലേക്കാൾ ബെറ്ററായിട്ട് രണ്ടാം പകുതിയിൽ ബെർണാൽ കളിച്ചു. പെഡ്രി വന്നതിന് ശേഷം നന്നായിട്ട് ബെർണാലിനെ ഹെൽപ്പ് ചെയ്തു എന്നൊരു ഫീലാണുള്ളത്. അതുപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം, ലാമിൻ യമാൽ ശരിക്കും പറഞ്ഞാൽ ഷാറ്റേഡ് ആയിട്ടുള്ളൊരവസ്ഥ ഫിസിക്കലി ആൻഡ് മെൻ്റലി. അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം വേണം. ഒരുപക്ഷെ ബെഞ്ചിലൊക്കെ ഇരുത്തിയിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കിയാൽ മതിയായിരുന്നൊരു ഫീലുണ്ട്. റാഫീഞ്ഞ എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വളരെ ഷാർപ്പായിട്ട് തന്നെയാണ് കളിക്കളത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം ആ ഒരു മികവ് കാണിക്കുന്നത് കണ്ടു. പെഡ്രി എന്തായാലും അദ്ദേഹത്തിൻ്റെ ബസ്സിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണ്. ഇപ്പോൾ റോഡ്രി കൂടി വരുമ്പോൾ ബാഴ്സയുടെ മധ്യനിര നല്ല രൂപത്തിൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആൻ്റണി ഗോർഡൻ തീർച്ചയായിട്ടും ഒരു മികച്ച സൈനിങ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് അദ്ദേഹം തെളിയിക്കുകയാണ്. ആ അസിസ്റ്റുകൾ എന്തായാലും അത് ബാഴ്സ ഫാൻസിന് വളരെ വളരെ വലിയ കാര്യമാണ്. സൈൻ ചെയ്ത ഒരു താരം തുടക്കത്തിൽ ക്ലിക്കാവുന്നു. അഡേമിയുടെ ഒരു കാര്യത്തിലേക്ക് വന്നാലും ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം അത്ര മികച്ച കാര്യത്തില്ല, പക്ഷേ അദ്ദേഹം ഗോൾ അടിച്ചു. ദെൻ ആ ഒരു ഗോൾ വന്നതിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി നന്നായിട്ട് കളി കൈകാര്യം ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കാണുകയുണ്ടായി. ഏതായാലും ഫെർമിൻ ലോപ്പസിൻ്റെ കാര്യം ഒരു സംശയവും വേണ്ട. ആ പൊസിഷനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ്. ഒരിക്കൽ കൂടി കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം മുതലാക്കുകയും ഗോളടിക്കുകയും ഒക്കെ ചെയ്യുന്നു. സോ ഡിഫെൻസീവ്ലി വലിയ ഒരു വറിയുടെ കാര്യമില്ല ഇവൻ കുബാർസി ഇല്ലാതെ കളിച്ചിട്ടും എന്നുള്ളതാണ്. ജെറാർഡ് മാർട്ടിൻ നല്ല രൂപത്തിൽ തന്നെ ഗെയിം ഇപ്പോൾ റീഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോ ഗെയിം കഴിയുമ്പോഴും കൂടുതൽ ഇമ്പ്രൂവ് ആവും എന്ന് തന്നെ കരുതുകയും ചെയ്യാം. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുകയല്ല. ബാഴ്സലോണ നൽകുന്ന സൂചന എതിരാളികൾ ഭയക്കണം, അവരുടെ ഗോൾ വല നിറയാൻ നല്ല സാധ്യതയുണ്ട്, ഈവൻ വിത്തൗട്ട് എ പ്രോപ്പർ നമ്പർ 9 എന്നുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. അടുത്തൊരു റിവ്യൂ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.